ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ട് മനസ്സിലായി നിനക്ക്? എടാ നീ നിന്റെ പിള്ളേരെ അങ്കമാലിൽ പണിയെടുത്ത് ഞങ്ങൾ ഇവിടെ മൂഞ്ചാനല്ല. എടാ ഇവിടുത്തെ ഡീലിങ്സ് ഒക്കെ വേറെ ആ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവും. എല്ലാത്തിനും ഓടിക്കണം. കച്ചവടം നടത്താൻ പറ്റുന്ന ഞാൻ നോക്കട്ടെ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ. കുറേ പേരുണ്ട് കമന്റ് ബോക്സിൽ എന്നിട്ട് ഫ്രണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. നമ്മളെല്ലാവരും ഫ്രണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഫ്രണ്ടാക്കുന്നവർ പറഞ്ഞവരൊക്കെ ഫ്രണ്ടാക്കുന്നുണ്ട്. കണ്ടപ്പോൾ ഫ്രണ്ടാക്കും. പിന്നെ ഫ്രണ്ടാക്കിയവരും ഒന്ന് പറയുന്നുണ്ട് ഫ്രണ്ടാക്കും നോക്കി കണ്ടൊക്കെ നോക്ക്. നിങ്ങളിങ്ങനെ പറയുമ്പോൾ ബാക്കിയുള്ളവർ കൂടെ നമ്മൾ ഇങ്ങനെ അങ്ങനെയാണെന്നൊക്കെ തോന്നുള്ളൂ. അപ്പോൾ ഞാൻ കിടന്നു ചേട്ടാ ഒന്ന് പറഞ്ഞുവിടാ, അവളെ ഒന്ന് ഫ്രണ്ടാക്കറ എന്നൊക്കെ പറഞ്ഞു. ഫ്രണ്ടാണല്ലോ കേട്ടോ നോക്കുന്ന പറഞ്ഞു. കാണാണ്ട എല്ലാവരും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മെസ്സേജ് റിപ്ലൈ കൊടുക്കും. വിളിച്ചു കഴിഞ്ഞാൽ നമ്മളടുത്ത് സംസാരിക്കുകയും ചെയ്യും. നമ്മളുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചാലും വിളിച്ചാലും നമ്മളുടെ കൂടെ ഉറപ്പ് തന്നെയാണ് എല്ലാവരും. നമ്മളുടെ പറ്റില്ലെന്നുള്ളൂ. എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. ഈ പെണ്ണാണോ അയ്യോ അങ്ങനെയാണ് അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ ഞാൻ വിളിക്കും. എന്താ പറയാ അവസ്ഥ അങ്ങനെ ഏറെക്കുറെ കട്ടാക്കി ചിന്തേട്ടാ. നിസരിന്നിട്ട് ചേട്ടൻ്റെ പാട്ടാണ് ഇഷ്ടപ്പെട്ടുകൊണ്ട് പാടിയെന്ന് മാത്രം കേട്ടോ. ഓ മലയാളവളെന്നും എന്നെ ഓർത്തിരിപ്പാണവളെന്നും ഞാൻ ഒത്തിരി സ്നേഹിച്ചു പോയവളെ. ഓ മലയാളവളെന്നും എന്നെ ഓർത്തിരിപ്പാണവളെന്നും ഞാൻ ഒത്തിരി സ്നേഹിച്ചു പോയവളെ. എൻ്റെ മാനസത്തിലെന്നും ഒരു കൂടൊരുക്കി പെണ്ണ്, എൻ്റെ മാനസത്തിലെന്നും ഒരു കൂടൊരുക്കി പെണ്ണ്, അതിലന്നു കണ്ട കനവുകളാലേ. ഓ മലയാളവളെന്നും എന്നെ ഓർത്തിരിപ്പാണവളെന്നും ഞാൻ ഒത്തിരി സ്നേഹിച്ചു പോയവളെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ടിക്ടോക്കിൽ കുറെ ക്രാങ്ങസ് ഒക്കെ ഉണ്ട് പ്രപ്പോസിലായിട്ട്. അമ്പിളിച്ചാണ്ട് ചിരി സൂപ്പറായാണ് അങ്ങനെയൊക്കെയാണെന്നൊക്കെ വേണ്ടിട്ട് കാണാൻ നല്ല ഭംഗിയാണെന്നൊക്കെ വേണ്ടിട്ട്. അപ്പൊ നേരിട്ട് കണ്ടല്ലോ പണിക്ക് പോവാ. ലോക്ക്ഡൌൺ ഒന്ന് കഴിയട്ടൊന്ന് കുറച്ച് ചോറ് കൊണ്ടുവന്നാ പോയി കഴിയുന്നു. കാണാൻ ഭംഗിയൊന്നും ഇല്ല കേട്ടോ, ഒന്ന് പറയാൻ വന്നതാ കളഞ്ഞു. കുഞ്ഞുമോളെ ശമ്പുരുമോളെ ഞാൻ എടുക്കൂലടി. ശമ്പുടുമോളെ തുന്തരി എന്റെ മോളെവിടെ? തമ്പുരു ആരെ മോളാ? അപ്പൊ ചക്കരന്റെ മോളല്ല? മിണ്ടില്ല, നിനക്ക് മിഠായി വാങ്ങിച്ചല്ലേ ഞാൻ. ഓ ശരി ഫ്രണ്ട്സ്. അപ്പൊ ഒരുത്ത പറയാ എനിക്ക് ഭയങ്കര ജാടയാണ്, ഫ്രണ്ടാക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്റെ ഒരു സംസാരത്തോൾക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് എന്താണെന്ന്. പറയുന്നവരൊന്ന് കമന്റ് ഇടണം കേട്ടോ പ്ലീസ്. ഞാൻ ഇടയ്ക്ക് നിലയ്ക്കൊക്കെ വാട്സപ്പിൽ കയറണല്ലോ. വാട്സപ്പിൽ മെസ്സേജിന് കാര്യമില്ല.
കണ്ടു ഞാൻ എന്തായാലും റിപ്ലൈ ഉറപ്പാണ്, മനസ്സിലാക്കി. പിന്നെ വിളിക്കുക, ട്രൈ ചെയ്യുക, എപ്പോഴും ട്രൈ ചെയ്തോണ്ടിരിക്കുക. കേട്ടോ നമ്മൾ ഇങ്ങനെ സംസാരിച്ചതൊക്കെ അറിയാം, അറിയില്ലടോ. ഭയങ്കര സങ്കടമായിരുന്നു. നമ്മുടെ ഫോണിലേക്ക് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ പറപ്പാ. എൻ്റെ ശത്രു ആണെങ്കിലും എൻ്റെ കൂടെ പറപ്പ് തന്നെയാണ്. എനിക്കെല്ലാവരും ഇഷ്ടമാണ്. ഒരാളും എനിക്ക് ശത്രുല്ലേ. ശത്രു ആയാലും നമുക്കെപ്പോഴും അവ നമ്മുടെ കൂടെ പറപ്പ് തന്നെയാണ്. അത്ര ഇഷ്ടമാണ്. എല്ലാവരും എന്നെ വിളിക്കുക, മെസ്സേജ് കേട്ട് റിപ്ലൈ എന്തെങ്കിലും. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ടിക്ടോക്കിൽ മിക്കവരും ചോദിച്ചതിൻ്റെ അടുത്ത് എന്താണ് ഈ ടീഷർട്ട് മാത്രമല്ലോ, ഇത് വേറെ ടീഷർട്ടില്ലേ? നമ്മൾ സത്യമായ ടീഷർട്ട് ഇടാറില്ല, നമുക്ക് ഇഷ്ടമല്ല. പക്ഷെ ഈ ടീഷർട്ട് ഭയങ്കര ഇഷ്ടമാണോ, അത്ര ഇഷ്ടം എൻ്റെ കൂട്ടുകാരൻ്റെ ടീഷർട്ടാ. പറഞ്ഞോട്ടാ, ഇത് കുഴപ്പമില്ല. ഈ ടീഷർട്ട് രാത്രി അവൻ മേടിച്ചെന്നിട്ട് രാവിലെ ഒരാ ട്രാളിയാ എന്ന് പറഞ്ഞു പോയ പോക്ക്. പിന്നെ അറിയുന്നത് പറഞ്ഞോണ്ട് വെച്ചാ കുഴപ്പമില്ല.